വീടിനൊന്നും മാറ്റമില്ല, കാട് പിടിച്ച് കിടക്കും. അതേ ബെല്ല്, പഴയ കിണർ. ഇതാണ് ഇപ്പം വീടിൻ്റെ അവസ്ഥ. ഇതാണ് രാജാൻ്റെ വീട്, ക്യാപ്റ്റൻ രാജു സാറിൻ്റെ. കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ രാജാൻ്റെ വീട്ടിലാണ്. ഇതാണ് പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന റോഡാണ്. ഇത് നേരെ പോകുന്നത് ഓമല്ലൂർ. ഈ വഴി പത്തനംതിട്ടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പുത്തമ്പീടിക വന്നിട്ട് വലത്തോട്ട് പോയാൽ ഇടത് സൈഡിലാണ് വീട്. അപ്പം ഇവിടെ ഒരു പെയിൻറ്റ് കടയുണ്ട്. ആ പെയിൻറ്റ് കട നിന്ന് വലത്തോട്ട് പോയാൽ ഇടത് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ക്യാപ്റ്റൻ രാജു സാറിൻ്റെ വീട്ടിലാണ്. അതാണ് ക്യാപ്റ്റൻ രാജു സാറിൻ്റെ വീട്. ഒരു ചെറിയ വഴിയുണ്ട്. ഇതിലേ കയറിപ്പോകാൻ പറ്റും. വീടൊക്കെ കാലപ്പഴക്കം കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു തുടങ്ങി. ഈ വീടിപ്പോൾ രാജാൻ്റെ ഉടമസ്ഥയിലല്ല കേട്ടോ. വീട് ഏറ്റവും തോന്നുന്നു. എല്ലാം ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിലാരുമില്ല. അദ്ദേഹത്തിൻ്റെ പഴയ വീട് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. പക്ഷെ കാലപ്പഴക്കം കൊണ്ട് കേടുപാടുകളുണ്ട്. എല്ലാം നശിച്ച് കിടക്കുകയാണ്. പൊളിഞ്ഞ് വീഴാറായി. എല്ലാം നശിച്ച് കിടക്കുക. കഥകളൊക്കെ കണ്ടില്ലേ, പൊളിഞ്ഞ് വല്ലാതെ. പഴയ കാലത്തെ സ്ട്രക്ചർ. ആ പഴയ വീടിൻ്റെ ആ ഫ്രണ്ട് വശമാണിത്. വീടിനൊന്നും മാറ്റമില്ല. ഭിത്തിയും കാര്യങ്ങളും കഥകളും എല്ലാം അത് തന്നെ. നമ്മുടെ രാജാൻ വന്ന കോളിംഗ് ബെല്ലടിച്ച അതേ ബെല്ല് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പം വീടിൻ്റെ അവസ്ഥ. പുള്ളിക്കാരൻ ഉപയോഗിച്ചിരുന്ന സ്റ്റെപ്പ് എല്ലാം അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ പൂട്ട്, കഥകളെല്ലാം അത് തന്നെ. കഥകളൊന്നും ഒരു മാറ്റമില്ല, എല്ലാം അത് തന്നെയാണ്. പക്ഷേ വീട് മൊത്തം പോയി, എല്ലാം നാശമായി. വീട് കണ്ടില്ലേ, വീടിൻ്റെ ഈ മുറ്റം കംപ്ലീറ്റ് കുറഞ്ഞിട്ട് ഇപ്പം അവർ ഈ ബിൽഡിങ്ങിന് വേണ്ടി സ്ഥലം കൊടുത്താണ്, ബിൽഡിങ് വെച്ചു. അതാ പറ്റിപ്പോയി. ഇതാണ് രാജാൻ്റെ വീട്. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. പൂട്ടിയിട്ടിരിക്കുക, താഴ്ത്ത് പൂട്ടിയിട്ടിരിക്കുക. ഇതിൽ എങ്ങോട്ട് പോയാൽ ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ്. കിണറുണ്ട്. ബാക്കിൽ എന്തൊക്കെയോ കാട് പിടിച്ച് കിടക്കുക. പഴയ വീടാണ്, ഓടിട്ട വീടാണ്ടല്ലേ, പഴയ വീടാണ്. എല്ലാം കാട് പിടിച്ച് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ രാജ് സാറിൻ്റെ ആ പഴയ തറവാട് വീട്. ഈ പള്ളിയിലാണ് ക്യാപ്റ്റൻ രാജനെ അടക്കിയേക്കുന്നത്. ചെരുപ്പ് എന്നോട് ചോദിച്ചു. പത്തനംതിട്ട ഞാൻ ജനിച്ച ടൗൺഷിപ്പിന്റെ മെച്ചം എന്താണെന്ന് പറഞ്ഞോട്ടെ. ഭയങ്കര സംസ്കാരമാണ് ഞങ്ങൾക്ക് ജാതി മത ഭേദമൊന്നുമില്ല. എല്ലാം കൂടെ ദൈവം തരില്ല. കിട്ടുന്നത് സംതൃപ്തനായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവാ. നോ പരിഭവങ്ങളില്ല, കംപ്ലൈന്റ് ഇല്ല, ഒന്നുമില്ല. കുഞ്ഞുനാളിൽ എങ്ങനെയാണ് കിടന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ നടുവിൽ ഈ കല്ലറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. കണ്ടില്ലേ, അത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ കാര്യം. ഞാൻ ആഗ്രഹിക്കുന്ന സംഗതി എല്ലാവർക്കും നന്മ വരണം. എനിക്ക് മാത്രം ഒന്നും തന്നെ വേണ്ട.